ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഈയിടെ നടത്തിയ US ട്രിപ്പിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയ പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 4 പാർട്ട് കഴിഞ്ഞു. ഇത് 5ാമത്തെ പാർട്ടാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ക്രൂസിന് പോയായിരുന്നു, അതിൻ്റെ വീഡിയോയാണ്. ഞാനും ചേച്ചിയും കൂടെ ഊബർ എടുത്തിട്ട് നേരെ പോയത് സാൻഹോസെ എയർപോർട്ടിലോട്ടാണ്. സാൻഹോസയിൽ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഫീനിക്സിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് ചെറിയൊരു ഫ്ലൈറ്റ് ആയത് കാരണം അതിൻ്റെ അത് ഫുഡ് കിട്ടില്ല എന്നറിയാം. അത് കാരണം തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ബർഗർ കഴിക്കാമെന്ന് ഓർത്തു. ഇൻ ആൻഡ് ഔട്ട് ബർഗർ എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്തിൻ്റെ മുമ്പിൽ കണ്ട ഈ മരങ്ങൾ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വളർന്നിരിക്കുന്നത്. അത് നാച്ചുറലായിട്ട് തന്നെ അങ്ങനെ വളർന്നതാണോ എന്നറിയില്ല, അതോ അവരങ്ങനെ മനഃപൂർവ്വം വളർത്തിയതാണോ എന്നും അറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓരോ ബർഗറാണ് ഓർഡർ ചെയ്തത്. ഈ ഒരു ബർഗറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാറ്റിയൊന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ശീലമില്ല അവർക്ക്. എല്ലാം ഫ്രഷ് ആയിട്ടാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ അപ്പോൾ കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ബർഗറിൽ ഏറ്റവും നല്ല ബർഗർ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ചേട്ടത്തി അനിയത്തിയും കൂടെ റെഡിയായിട്ട് നിൽക്കുന്ന പിക്ചറാണ് നിങ്ങൾ കണ്ടത്. ഇപ്പം ഞങ്ങൾ സാൻഹോസെ എയർപോർട്ടിൽ നിന്ന് നേരെ ഫീനിക്സ് എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. സാൻഹോസെ എയർപോർട്ടിലും ഫീനിക്സ് എയർപോർട്ടിലും അങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കത്തക്കവണ്ണം പ്രത്യേകതകളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലേ. ഇത് ഏതാണ്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മളിപ്പോൾ ഫീനിക്സ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് മയാമി എയർപോർട്ടിലോട്ടാണ്. മയാമി എയർപോർട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇച്ചിരി ധൃതിയായിരുന്നെങ്കിലും ഞാൻ അതിൻ്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മയാമി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയായിരിക്കുന്ന കാണാനല്ലേ. സന്ധ്യയായി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്ക്. നിങ്ങൾക്കറിയാവുന്നതുപോലെ മയാമിയിൽ ഒരുപാട് ബീച്ചുകളുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ എയർപോർട്ടിൻ്റെ അകത്തെ ഇൻറ്റീരിയർ എല്ലാം ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട ഡെക്കറേഷൻസാണ്. ഇത് കണ്ടോ, അതിൻ്റെ ഫ്ലോറാണ്. അതിൽ ആ കടലിൽ കിടക്കുന്ന സാധനങ്ങളുടെയൊക്കെ ചിപ്പിയുടെയും കോറലിൻ്റെയും ഒക്കെ ബ്രാസ് കൊണ്ട് ഇൻലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്ലോറിൽ മുഴുവൻ. ഈ ഒരു ഭാഗം കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനായിട്ടും ഒക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനായിരിക്കും ചെറിയൊരു ഫ്ലൈറ്റിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ പല വലിപ്പത്തിലുള്ള കൊച്ചു കൊച്ചു പ്ലെയിനുകൾ സീലിംഗിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ശേലുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, പേപ്പർ കൊണ്ട് ഈ കടലിൽ കിടക്കുന്ന ഷിപ്പിൻ്റെയും സ്റ്റാർ ഫിഷിൻ്റെയും വെയിലിൻ്റെയും അങ്ങനെ പല കാര്യങ്ങളുടേത് പേപ്പർ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ. എന്നിട്ട് അത് സീലിംഗിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അത് നല്ല ശേലായിരുന്നു കാണാനായിട്ട്. ചേച്ചി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തിയപ്പോഴേക്കും രാത്രിയായേ. ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് രാത്രി ഭക്ഷണം കഴിച്ചത്. അവിടെ മെക്സിക്കൻ ഫുഡാണ് കൂടുതൽ. എനിക്ക് മെക്സിക്കൻ ഫുഡിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് വീണ്ടും ഒരു ബർഗർ തന്നെയാണ്. ചേച്ചി ഓർഡർ ചെയ്തത് മെക്സിക്കൻ ഡിഷായിട്ടുള്ള ഫഹീറ്റയാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് കേട്ടൻ മാറ്റി നോക്കിയപ്പോഴേക്കും നേരെ മുമ്പിൽ ഒരു ചെറിയ എയർപോർട്ടാണ്. ചെറിയ എയർപോർട്ടാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഒരു 10-15 ഫ്ലൈറ്റെങ്കിലും അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫ്ലോറിഡയിൽ നിന്ന് നമ്മുടെ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, നിങ്ങൾ ഓർക്കുകയല്ലേ, ഇത് ഭക്ഷണത്തിൻ്റെ വീഡിയോ തന്നെയാണല്ലോ ഇതിനകത്ത് ഫുള്ളെന്ന്. ശരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പലതരം ഫുഡുകൾ കണ്ടും മടുക്കും. പിന്നെ ഫുഡിൻ്റെ വീഡിയോ കൂടുതൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ എന്തായാലും ഒരു കുക്കിംഗ് ചാനലാണല്ലോ. അതുകൊണ്ട് കൂടിയാണ് പലതരം ഭക്ഷണങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അവിടെ ബുഫേ ആയിരുന്നു. നമ്മുടെ കൂട്ട് ഇഡ്ഡലി സാമ്പാറും പുട്ടും കടലയൊന്നും കിട്ടൂലല്ലോ. അപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോസേജും ബേക്കണും പൊട്ടറ്റോ വെഡ്ജസും സ്ക്രാമ്പിൾഡ് എഗും. പിന്നെ നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് പാൻ കേക്ക് വേണമെങ്കിൽ അത്, വോഫിൾസ് വേണമെങ്കിൽ അങ്ങനെ. നമ്മൾ പോകുന്ന ക്രൂസ് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരമാണ്. 3 മണി 3:30 ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. നമ്മളുടെ ഷിപ്പൊക്കെ കിടക്കുന്ന സ്ഥലത്തിനോട് അടുപ്പിച്ചായിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആ പോകുന്ന വഴിക്ക് കണ്ട ആദ്യത്തെ ഷിപ്പാണ് കേട്ടോ. എന്ത് വലിയ ഷിപ്പാണെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് കാർണിവലിൻ്റെയാണ് ഈ ഒരു ക്രൂസുകൾ മുഴുവനും. പക്ഷേ കാർണിവലിൻ്റെ തന്നെ പലതുണ്ട്. നമ്മൾ ആദ്യം കണ്ടത് സൺറൈസ് ആണ്. പക്ഷേ ഞങ്ങൾ പോയത് കാർണിവൽ കോൺക്വസ്റ്റിലാണ് പോയത്. നിങ്ങൾക്ക് ആ ഷിപ്പിൻ്റെ വലിപ്പം കുറച്ചെങ്കിലും ഒന്ന് കാണിച്ചു തരാനായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര വീഡിയോ എടുത്താലും അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ പോയ ഈ ഒരു ഷിപ്പ് തന്നെ ഒരു 11 നിലയെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റിലോട്ടൊക്കെ പോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അങ്ങോട്ടുള്ള വഴി. പക്ഷേ കുറേ കൂടെ കൂടുതലും നടക്കണമായിരുന്നു. ഇതാണ് ആ ഒരു ഷിപ്പിൻ്റെ ഉൾവശം.
നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊരു ഷിപ്പിൻ്റെ ഉൾവശമാണെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വലിയൊരു 5 സ്റ്റാർ ഹോട്ടലൊന്നും ഒന്നുമല്ല, അതുപോലെ വലുപ്പവുമാണ്, അതുപോലെ ഭംഗിയുമാണ് കാണാനായിട്ട്. കയറി കഴിയുമ്പോഴേ അതിൽ ഫുൾ ബഹളമാണ്, പാട്ടൊക്കെ വെച്ചിട്ട് കയറി കഴിയുമ്പോഴേ എല്ലാവരും അങ്ങ് ഡാൻസും ഒക്കെ ആയിട്ട് വേറെ ഒരു മൂഡിലങ്ങാവും. ശരിക്കും അതിലെ പാട്ടും ബഹളവും എല്ലാം ഉൾപ്പെടുത്തിയാലേ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ചെങ്കിലും ആ ഒരു ഫീല് കിട്ടുകയുള്ളൂ. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഷിപ്പിൽ കയറി കഴിഞ്ഞ ഉടനെ കുറേ നേരം ഞങ്ങൾ പാട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് ചേട്ടത്തി അനിയത്തിയും കൂടെ ഞങ്ങളുടെ റൂമിലോട്ട് പോവാണേ. ദേ ഈ മാർച്ച് ചെയ്ത് പോകുന്നത് പോലെ പോകുന്നത് എൻ്റെ ചേച്ചിയാണേ. ഞാൻ മിക്കവാറും വീഡിയോ ഒക്കെ എടുത്തിട്ട് പുറകേ ആയിരിക്കും വരുന്നത്. ഇതാണ് എൻ്റെ റൂം കീ, പേര് കണ്ടല്ലോ അല്ലേ. ഇത് ഞാൻ കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ചെറിയ റൂമാണെന്നുണ്ടെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ദേ നോക്കിയപ്പോൾ എൻ്റെ ബെഡിൽ ഒരാളിരിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവർ വന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്ത് ടവൽസൊക്കെ മാറ്റി ടവൽ കൊണ്ട് ഇതുപോലെ ഓരോ ആനിമൽസിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടാക്കി വെക്കുമേ. ഞങ്ങൾ റൂമിൽ ചെന്നിട്ട് ഞങ്ങളുടെ പെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 2-2:30 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാഞ്ഞത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം നിങ്ങളെ ഓടിച്ച് ഇതിലുള്ളതെല്ലാം ഒന്നും കാണിക്കുകയാണ്. നമ്മുടെ ചോറും സാമ്പാറും ഒന്നും കിട്ടത്തില്ലെങ്കിലും അതിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു കേക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും എടുക്കാം, പീസസായിട്ട് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, ഏത് തരത്തിലുള്ള ഫുഡ് വേണമെന്നുണ്ടെങ്കിലും. എനിക്ക് മെക്സിക്കൻ റൈസ് ഒന്നും വലിയ താല്പര്യമില്ലെങ്കിലും എനിക്ക് ചോറിൻ്റെ എന്തെങ്കിലും ഒന്ന് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സാലഡും ഒരിച്ചിരി മെക്സിക്കൻ റൈസും എടുത്തു. ചേച്ചി പിസ്സയും സാലഡും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെയുള്ള 2-3 പേസ്ട്രിയും എടുത്തിട്ടുണ്ട്. 3 പേസ്ട്രിയും ഒരു കുക്കി എടുത്തു. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തതാണെന്ന് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമുക്ക് പുറത്തോട്ട് നോക്കിയിരുന്ന് കര കാണാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നത് കേട്ടോ. ഇതാണ് ആ ഷിപ്പിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ. ഇപ്പം ദേ കണ്ടല്ലോ, നമ്മുടെ 4 ദിവസത്തെ ക്രൂസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കരയിൽ നിന്ന് കുറേ അങ്ങോട്ട് പോയി കര കാണാതാകുന്നത് വരെ നമുക്ക് നല്ല ശേലാണ് കാണാനായിട്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം ഇരുന്ന് ഈ പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടേ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇത് ഒരു ട്രാവലിംഗ് വീഡിയോ മാത്രമുള്ളൊരു ചാനലല്ല, എൻ്റെ കുക്കിംഗ് ചാനലാണ്. എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതെല്ലാം ഒന്ന് പോയി ചെക്ക് ചെയ്യണേ, നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. ആ ഷിപ്പിൽ 3 ഭാഗത്തായിട്ടാണ് ഡൈനിങ് റൂമുകളുള്ളത്. ഷിപ്പിൻ്റെ ഏറ്റവും മുമ്പിലും ഏറ്റവും പുറകിലും നടുക്കായിട്ടും. അത് ശരിക്കും ഈ ഷിപ്പിനുള്ളിൽ വേറൊരു ലോകം തന്നെയാണ് കേട്ടോ. ഓരോ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളതൊക്കെ കണ്ടങ്ങ് ഇരുന്ന് ആസ്വദിച്ചു പോകും. എല്ലാവരും അങ്ങോട്ട് ഷിപ്പിലോട്ട് കയറി നേരെ കുറേ ഡ്രിങ്ക്സ് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ഒരു 90% ആൾക്കാരും സ്വിം സൂട്ടൊക്കെ ഇട്ട് നേരെ പൂളിലോട്ട് ചാടുക. അതേ കണ്ടല്ലോ നിങ്ങൾ, ഡാൻസ് ഒക്കെ ചെയ്ത് എല്ലാവരും. അതിനകത്ത് പരിചയമൊന്നും ഉള്ളവരൊന്നുമല്ല, അത് വളരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ്. പക്ഷേ എല്ലാവരും ശരിക്കും ആ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യാണ്, ആ ക്രൂസിലെ ലൈഫ്. ഇതാണ് ആ ഷിപ്പിൻ്റെ ഏറ്റവും മുകൾ വശത്തെ ഭാഗം. അവിടെയും ഉണ്ട് ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ. ഇതുപോലെ പല പല സ്വിമ്മിംഗ് പൂളുകൾ ആ ഷിപ്പിനുള്ളിൽ തന്നെയുണ്ട്. ഒരു സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും മുകളിലത്തെ ഡെക്കിലൊക്കെ വന്ന് ഇരിക്കാൻ നല്ല ശേലാണ്. അവിടെ നമുക്ക് ചാരി റിലാക്സ് ചെയ്യാനായിട്ട് ഒരുപാട് ബെഞ്ചസ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അവിടെ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും. അതുകൊണ്ട് ഞാൻ 1-2 പ്രാവശ്യമേ അവിടെ പോയുള്ളൂ. ഇവരൊക്കെ എൻജോയ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തോടെ ഞാൻ ഈ പ്രാവശ്യത്തെ വീഡിയോ നിർത്തുകയാണേ. അപ്പോൾ നാളെ ട്രാവലിംഗ് വീഡിയോ അല്ല, വേറെ നല്ലൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്